നമസ്കാരം. ഏപ്രിൽ 2 ലോക ഓട്ടിസ ബോധവൽക്കരണ ദിനം. നമുക്കറിയാം, ഇന്ന് ഓട്ടിസം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓട്ടിസം ഇത്രയധികം വരുന്നത് എന്ന് ഇന്നും പ്രവചനാതീതമാണ്. യഥാർത്ഥത്തിൽ ഓട്ടിസത്തിൻ്റെ കൃത്യമായ കാരണം ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഓട്ടിസം ബാധിച്ച ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. കാരണം കുട്ടികളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ അവരുടെ അച്ഛനമ്മമാരാണ് മാനസികമായി തളരുന്നത്. കാരണം ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാത്രമല്ല അവർക്ക് ആദ്യത്തെ ഒരു കുട്ടിക്കാണ് ഇത്തരത്തിൽ ഓട്ടിസം ഉണ്ടായത് എങ്കിൽ പിന്നീടുണ്ടാവുന്ന കുട്ടികൾക്കും ഇത്തരത്തിൽ ഓട്ടിസം വരുമോ എന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കുട്ടികൾ സാമൂഹികമായുമെല്ലാം വളരെ പിന്നോക്കം ആകുന്ന ഒരവസ്ഥയും ഇന്ന് ഉണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ കണ്ണാറ ജയ് ക്രിസ്റ്റോ സദൻ എന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇന്ന് ഒരു ഓട്ടിസം ദിനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഇവിടെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. ഇവരെ എങ്ങനെയൊക്കെയാണ് പരിചരിക്കുന്നത്, അവരുടെ ചികിത്സ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, അതായത് സാമൂഹികപരമായി അവരെ മുന്നേറ്റത്തിലേക്ക് എത്തിക്കാൻ ഇവിടെ എത്തരത്തിലുള്ള പരിചരണമാണ് അവർക്ക് നൽകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിൻ്റെ പ്രത്യേക പ്രോഗ്രാം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ആ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്, ആ കുട്ടികൾ എങ്ങനെ അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സദനിൽ നിന്ന് നമുക്ക് അവരോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. കണ്ണറ എന്ന സ്ഥലത്താണ് ഈ ഒരു ഓട്ടിസം ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ FCC പ്രൊവിൻസിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ്, അവരെ സമൂഹത്തിലേക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവരുടെ ഒപ്പം തന്നെ അവരുടെ പേരൻസിനും കൃത്യമായ ബോധവൽക്കരണം നൽകിക്കൊണ്ടാണ് ഇവിടെ ഒരു ചികിത്സാ രീതി മുന്നോട്ട് വയ്ക്കുന്നത്. അറിയാം കൂടുതൽ കാര്യങ്ങൾ. ഇത് ജയ് ക്രിസ്റ്റോ സദൻ, സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കൂട്ടം കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ വേണ്ടി മനസ്സിന്റെ നന്മ തോരാത്ത ഒരുപാട് പേർ ഇവിടെ അഹോരാത്രം പരിശ്രമിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള ഓട്ടിസ്റ്റിക് ബാധിതരായ 72ഓളം പേർക്ക് ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ പഠനം നടത്തുന്നുണ്ട്. 14 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പ്രായപരിധിയില്ലാതെ പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യവും ജയ് ക്രിസ്റ്റോ സദനിൽ ലഭ്യമാണ്. ഓട്ടിസം എന്ന രോഗാവസ്ഥ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലഘട്ടമാണിത്. 5 വർഷത്തിനുള്ളിൽ 10% പേർക്ക് ഓട്ടിസം ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം തന്നെ ഓട്ടിസത്തിനുള്ള കാരണം എന്താണ് എന്നതും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇത് ഡോക്ടർ സഞ്ജീവ്, പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതിയിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇവിടെ ഓട്ടിസ്റ്റിക് മാത്രമല്ല, ഒരുപാട് മെൻ്റലി ഡിസോർഡറായ കുട്ടികളും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ട ഒരു ഹോമിയോപ്പതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഡോക്ടർ ഇവിടെ ചെയ്യുന്നത്. ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ, ഓട്ടിസം പലപ്പോഴും ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരു മാനസിക രോഗമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. സത്യത്തിൽ അതൊരു മാനസിക അവസ്ഥയെന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടിസത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഓട്ടിസം ഒരു വ്യത്യസ്തതയാണ്, ഒരു ഡിഫറൻസ് ആണ് എന്നാണ് പറയുക. അതൊരു രോഗാവസ്ഥ എന്നുള്ളതിനേക്കാൾ അതൊരു വ്യത്യസ്തതയാണ്. ഇത്തരം കുട്ടികൾ തികച്ചും വ്യത്യസ്തരായിരിക്കും. അവർ കാഴ്ചയിൽ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഇരിക്കും. കാഴ്ചയിൽ ഡൗൺ സിൻഡ്രോം കുട്ടികളെ മനസ്സിലാവുന്നത് പോലെയോ ഒന്നും ഓട്ടിസ്റ്റിക് കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. കാരണം ഇതിൽ രണ്ടും ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഡെവലപ്മെൻറ്റ് തടസ്സപ്പെട്ടിട്ടുണ്ടാവാം, അതായത് നമ്മൾ വളർച്ചയും വികാസവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഓട്ടിസം കുട്ടികളിൽ വളർച്ചയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, ഗ്രോത്ത് ശരിയായിരിക്കും. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെച്യൂറേഷൻ ഓഫ് ഫങ്ഷൻസ്, കുട്ടികളുടെ തലച്ചോറിൽ നിന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ വരാത്തതുകൊണ്ട് അത്തരം കുട്ടികളുടെ വികാസം തടസ്സപ്പെടുകയും കുട്ടികൾക്ക് ആശയവിനിമയത്തിലും സാമൂഹിക പാരസ്പര്യത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനാണ് സാധാരണഗതിയിൽ ഓട്ടിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോ എന്ന വാക്കിൽ നിന്നാണ്, സ്വയം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഓട്ടിസത്തിൻ്റെ ഉത്ഭവം. അതായത് കുട്ടി സ്വയം, ഒരുതരം സ്വയാരാധനയാണ് ഓട്ടിസം എന്ന് പറയാം. കുട്ടി സ്വയം വളരെയധികം സ്നേഹിക്കുകയും സമൂഹത്തെ മറന്നുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്.
ഡോക്ടർ, പലപ്പോഴും ഈ ഓട്ടിസം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ ഒരു 1-2 വയസ്സ് വരെ സാധാരണ കുട്ടികളെ പോലെ അവർ പെരുമാറുന്നു, കളിക്കുന്നു. അതിനുശേഷം പെട്ടെന്നാണ് അവർ അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങി പോകുന്നത്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ഓട്ടിസം ഉണ്ട് എന്ന് നമുക്ക് ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം? അതിലേറ്റവും പ്രധാനം വളർച്ചയുടെ പടവുകൾ, മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 2 മാസമാകുമ്പോൾ കുട്ടി സോഷ്യൽ സ്മൈൽ, അമ്മയെ മനസ്സിലാക്കി ചിരിക്കുക. ഏതാണ്ട് 4 മാസം പ്രായമാകുമ്പോൾ കഴുത്തുറയ്ക്കുക. 8 മാസമാകുമ്പോൾ ഇരിക്കുക. 1 വയസ്സാകുമ്പോൾ നിൽക്കുക. അത് വളരെ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡെവലപ്മെൻ്റൽ ഒബ്സർവേഷൻ കാർഡ് എന്ന് പറഞ്ഞ് ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ആശുപത്രികളിൽ നിന്ന് DOC, ഡെവലപ്മെൻ്റൽ ഒബ്സർവേഷൻ കാർഡ് നൽകാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ വളർച്ചയുടെ സമയങ്ങൾ, ഈ പടവുകൾ കുട്ടി കൃത്യമായിട്ടല്ല താണ്ടിയതെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് വളരെ സൂക്ഷ്മമായി ഈ ചില കുട്ടികളിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില കുട്ടികളിൽ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ മൈൽ സ്റ്റോൺസ് എല്ലാം കുട്ടി കൃത്യമായിട്ടാണോ കുട്ടിയുടെ വന്നിരിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, കുട്ടിക്ക് വാക്കുകൾ വരുന്നുണ്ടോ. ഈ മൈൽ സ്റ്റോൺസ് എല്ലാം കൃത്യമായിട്ടുള്ള കുട്ടികളിലും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ തകരാറുണ്ടാവാം. എല്ലാ ഓട്ടിസ്റ്റിക് കുട്ടികളിലും മൈൽ സ്റ്റോൺസ് ഡിലേഡ് ആയിരിക്കണം എന്നില്ല. എങ്കിലും അതുപോലെ ചില കുട്ടികൾ ഒരു പരിധിവരെ ഈ മൈൽ സ്റ്റോൺസ് എല്ലാം കൃത്യമായി വന്നതിന് ശേഷം മറ്റു പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ 1.5 വയസ്സിന് ശേഷം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി കാണാറുണ്ട്. അതിനെ റിഗ്രസീവ് ഓട്ടിസം എന്ന് പറയും. സമൂഹത്തിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ഓട്ടിസം എന്നത് യഥാർത്ഥത്തിൽ ഒരു അവസ്ഥയാണ്. കൃത്യമായി പരിശീലനവും ശ്രദ്ധയും കൊടുത്താൽ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ കാണാൻ സാധിക്കും. സാധാരണ കുട്ടികളെപ്പോലെ കളിക്കാനും സംസാരിക്കാനും സമൂഹവുമായി ഇടപഴകാനും ഓട്ടിസ്റ്റിക് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ജയ് ക്രിസ്റ്റോസ് സദൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജയ് ക്രിസ്റ്റോസ് സദൻ്റെ അമരക്കാരിയാണ് സിസ്റ്റർ അനീഷ. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം, ഇവിടുത്തെ നടത്തിപ്പ് രീതികൾ എന്തെല്ലാമാണ് എന്നെല്ലാം സിസ്റ്ററോട് തന്നെ ചോദിച്ചറിയാം. സിസ്റ്റർ, എന്താണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം തുടങ്ങണം എന്ന് തോന്നാനുണ്ടായ കാരണം എന്താണ്? സ്ഥാപനം തുടങ്ങണമെന്നുള്ള ആഗ്രഹം അത് ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ തൃശ്ശൂർ അസിസി പ്രൊവിൻസിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. നമുക്കിങ്ങനെ ഒരു സ്ഥാപനം ഇല്ലായിരുന്നു. ഡെഫ് ആൻഡ് ഡംബായ കുട്ടികൾക്കുള്ള സ്ഥാപനം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നൊരാഗ്രഹം ഞങ്ങളുടെ സഭയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നതാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇതിനോട് ഇങ്ങനെ കുറച്ചുകൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററായിട്ട് തൊട്ടടുത്ത വർഷം തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പ്രാക്ടീസിനായിട്ട് 1 വർഷം അത്താണി പോപ്പോൾ മേഴ്സി ഹോമിൽ ഞാനും സിസ്റ്റർ നിമ്മയും കൂടെ 1 വർഷം ഞങ്ങളവിടെ താമസിച്ച് അവിടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പരിശീലനം കൊടുക്കുന്നതെന്ന് കണ്ടറിഞ്ഞ് അവിടെ നിന്നാണ് നമുക്ക് ഇതിനൊരു മാതൃക നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹമാണ് ഇങ്ങനൊരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് നമുക്ക് പ്രചോദനമായത്. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ റോസ് വെർജീനിയ, അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യൽ റോമുവാൾദമ്മയൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നല്ലൊരു രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ആവുന്നത്ര പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നും സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷമായി സിസ്റ്റർ ഇതിൻ്റെ ഒരു ചുമതല വഹിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷം? 2000 ഡിസംബർ 28-നാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. 2001 ജനുവരി 3-ാം തീയതിയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദ്രാസിൽ. സിസ്റ്റർ നിമാറോസ് ആയിരുന്നു ഇതിൻ്റെ എല്ലാ എല്ലാ ബാലാരിഷ്ടതകളിലും ഇവിടെ കടന്നുപോയിട്ടുള്ള വ്യക്തി. തൊട്ട് ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞാൻ തിരിച്ചെത്തി. അപ്പോൾ 2001 തുടങ്ങി ഇപ്പോൾ ഈ വർഷം വരെ ഈ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ, ഇവിടെ ഒരു ഹോസ്റ്റൽ കൂടെയുണ്ട്. അതായത് 14 വയസ്സ് വരെ ആൺകുട്ടികൾക്ക്, അതിന് ബാക്കി പെൺകുട്ടികളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഹോസ്റ്റൽ കൂടി നടത്തുമ്പോൾ നമുക്കറിയാം ഒരുപാട് സ്വഭാവ സവിശേഷതകൾ, വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള കുട്ടികളാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ രാത്രിയായാലും ചില ആൾക്കാർ വയലൻ്റ് ആവാറുണ്ട്, ചില കുട്ടികൾ. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരുന്നു? ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആവാറുണ്ട്, വയലൻ്റ് ആവാറുണ്ട് കുട്ടികൾ. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ പിന്നെ പൊതുവേ വലിയൊരു ശാന്തത കുട്ടികളിൽ വന്നിട്ടുണ്ട്. അവരുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അവർ വരുമ്പോൾ അവരെ കെയർ ചെയ്യുക. അതൊക്കെ നമുക്ക് നമ്മുടേതായ റിസ്ക്കുകളുണ്ടെങ്കിലും
അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ചെയ്യുന്ന വലിയ സേവനത്തെ നമ്മൾ വിലമതിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വ്യത്യാസം വരും. നമ്മൾ ആര് വന്നാലും എത്ര പുതിയ കേസ് വന്നാലും നമ്മൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ പണ്ടത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. പക്ഷേ നമ്മൾ ഇത്രയും പരിചയമായതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് കൊച്ചിനെ കണ്ടാലറിയാം എന്താണ് അവന് അസ്വസ്ഥത, അല്ലെങ്കിൽ എന്താണ് അവൾക്ക് ആവശ്യം, അവൾക്ക് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതുകൊണ്ട് ഇന്ന് വരെ ഇത്ര വർഷമായി, 29 വർഷമായില്ല, ഇന്ന് വരെ എനിക്കൊരു ഭാരമോ മടുപ്പോ ഈ ഫീൽഡിൽ അനുഭവപ്പെട്ടിട്ടില്ല. ഒരു കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. തുടക്കത്തിലെ ഈ രോഗാവസ്ഥ തിരിച്ചറിയാനും സാധിക്കില്ല. ജനനം മുതൽ സാധാരണ കുട്ടികളെപ്പോലെ എല്ലാ ചെയ്തികളും കാണിച്ചിരുന്ന കുട്ടിക്ക് 1.5-2 വയസ്സാകുമ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ ദൃശ്യമാവുക. തന്റെ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അറിയുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളാണ് മാനസികമായി വീണുപോകുന്നത്. ഓട്ടിസത്തിൽ നിന്നുള്ള മോചനം സാധ്യമല്ല എന്ന ധാരണയാണ് മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതേസമയം തന്നെ തങ്ങൾക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകുമോ എന്ന ആശങ്കയും അച്ഛനമ്മമാരെ അലട്ടും. ഡോക്ടർ, ഇന്നും ഓട്ടിസത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു കുട്ടി ആദ്യമുണ്ടായി, ആ കുട്ടി ഓട്ടിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് അവർക്കുള്ള ഏറ്റവും വലിയൊരു സംശയം അവർക്ക് രണ്ടാമതുണ്ടാകുന്ന കുട്ടിക്കും ഓട്ടിസം വരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു കാരണത്തെ എങ്ങനെ നിർവചിക്കാം? ഇനി അതുപോലെ തന്നെ അത് രണ്ടാമത്തെ കുട്ടിക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അപൂർവം ചില ജനിതക തകരാറുകൾ, ഉദാഹരണത്തിന് ഡാൻഡി വോക്കർ സിൻഡ്രോം, ജൂബർട്ട് സിൻഡ്രോം, അത്തരത്തിലുള്ള, അതായത് ചില അസുഖങ്ങളിൽ സെറിബ്രത്തിൻ്റെ ഒരു ഭാഗം ജന്മന ഇല്ലാതാവുക, അതില്ല ആ കുട്ടിക്ക്. അത്തരത്തിലുള്ള രോഗങ്ങൾ ഡാൻഡി വോക്കറിലും ജൂബർട്ട് സിൻഡ്രോമിലും ഒക്കെ കാണാറുണ്ട്. ആ അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ കുട്ടികൾക്കും അതുണ്ടാവും. അത് പക്ഷേ അങ്ങനത്തെ വളരെ കുറച്ച് അസുഖങ്ങളേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു ഓട്ടിസം, നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഗർഭാവസ്ഥയിൽ ഈ അമ്മ കഴിഞ്ഞ ഗർഭാവസ്ഥയിൽ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളില്ലെങ്കിൽ ആ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വാക്സിൻസിൻ്റെ കാലമാണല്ലോ, പ്രതിരോധം, ഇത് ഓട്ടിസത്തിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാകാൻ പാടില്ല. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പരിചരണത്തിലൂടെ ഒരുപാട് മാറ്റാൻ സാധിക്കും. അവരെ എവിടെ നിന്നും മാറ്റി നിർത്താതെ അവരുടെ ഇഷ്ടങ്ങളെ അറിഞ്ഞു പ്രോത്സാഹിപ്പിച്ചാൽ ആ മാറ്റം ദൃശ്യമാകും. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു സ്കൂളിൽ എങ്ങനെ അധ്യയനം ആരംഭിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും പഠനാരംഭം കുറിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ചേർന്നിരുന്ന പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുന്നു. തുടർന്ന് അസംബ്ലിയാണ്. എല്ലാവരും നല്ല അച്ചടക്കത്തിൽ തന്നെയാണ് വരിയായി അസംബ്ലിയിൽ നിൽക്കുന്നത്. പറയുന്നത് മനസ്സിലാക്കാനും അത് അതേപടി അനുസരിക്കാനും ഒരു മടിയുമില്ല. പ്രാർത്ഥനയും പ്രതിജ്ഞയും പ്രസംഗവും അവസാനം ജനഗണമനയുമെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കൃത്യമായ അച്ചടക്കത്തോടെ നിരയായി ടീച്ചേഴ്സിനൊപ്പം അവരവരുടെ ക്ലാസ്സിലേക്ക് പോകുന്നത് കണ്ടാൽ സാധാരണ കുട്ടികളെപ്പോലെ തന്നെയാണ് ഇവരും എന്ന് പറയേണ്ടി വരും. കുട്ടികളെ പരിചരിക്കുന്നതിന്റെയും പരിശീലിപ്പിക്കുന്നതിന്റെയും കൃത്യമായ ചികിത്സ നൽകുന്നതിന്റെയും റിസൾട്ടാണ് കുട്ടികളിൽ കാണുന്ന ഈ മാറ്റം. കുഞ്ഞുങ്ങളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നതോടൊപ്പം ഹോമിയോപ്പതി ചികിത്സയും ഓട്ടിസ്റ്റിക് കുട്ടികളിൽ ഫലവത്താകുന്നുണ്ട്. ഇത് സിസ്റ്റർ സച്ചിതയാണ്. അതായത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ നേരത്തെ ഡോക്ടർമാർ സംസാരിച്ചതുപോലെ തന്നെ ഒരുപാട് ക്യാമ്പുകൾ, ഹോമിയോപ്പതി ചികിത്സാ രീതികളിലെ ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ചികിത്സാ രീതിക്ക് മുൻകൈ എടുത്തുകൊണ്ട് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് തുടക്കം കുറിക്കുന്നത് സിസ്റ്റർ സച്ചിതയാണ്. ചോദിക്കാം, എന്താണ് സിസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിന് തുടക്കം കുറിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഈ ഹോമിയോപ്പതിക്ക് ഇന്ന് പ്രസക്തി ഏറി വരികയാണ്. മുമ്പത്തേക്കാളൊക്കെ ഉപരിയായി ഡോക്ടർ പ്രഫുൽ വിജയർ എന്ന് പറഞ്ഞ ബോംബെ ആസ്പദമാക്കി പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ പ്രഫുൽ വിജയറിൻ്റെ ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് ക്യാമ്പുകളിൽ നിന്ന് അതിൻ്റെ വിവരണം കണ്ടപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പ്രചോദനമാണ്. നമ്മുടെ ഈ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ഈ രീതി പ്രയോജനപ്പെടുത്തിക്കൂടെ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ കഴിഞ്ഞ 2016 ഓഗസ്റ്റ് 16 നമ്മളിവിടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി രീതിയിലൂടെ ജനറ്റിക്
കോൺസ്റ്റിറ്റ്യൂഷന് സിമിലിമ് നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ 2016 ക്യാമ്പ് ഈ ക്രിസ്തു ക്ലയർ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ ആരംഭിച്ചത്. പ്രിഡക്റ്റീവ് ഹോമിയോപ്പതിയിലൂടെ തികച്ചും സൗജന്യമായാണ് ചികിത്സയും മരുന്നും നൽകുന്നത്. വിദഗ്ധ ഹോമിയോ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘം തന്നെ ഈ സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, കോഴിക്കോട് നിന്നാണ് ഡോക്ടർ ഇവിടേക്ക് വന്ന് ഈ ഒരു ചികിത്സാ രീതിയിൽ പങ്കാളിയാവുന്നത്. ഡോക്ടർ, എപ്പോഴും ഓട്ടിസം എന്ന് പറയുമ്പോൾ ചികിത്സ ഇല്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത്. മാത്രമല്ല ഓട്ടിസത്തിന് ഹോമിയോപ്പതിയിലുള്ള ചികിത്സ എത്രമാത്രം ഫലവത്താണ് എന്നതും ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഡോക്ടർക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കൺവെൻഷണൽ മെഡിസിനിൽ ഓട്ടിസത്തിൻ്റെ ചികിത്സയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ നമ്മുടെ ഹോമിയോപ്പതിയിൽ, പ്രത്യേകിച്ചും പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി എന്ന ഡോക്ടർ പ്രഫുൽ വിജയകർ സാറിൻ്റെ ഈ പ്രത്യേക രീതിയിൽ ഓട്ടിസം മാത്രമല്ല, ഓട്ടിസം ഉൾപ്പെടെയുള്ള മറ്റ് ജനിതക വൈകല്യങ്ങൾ, വികസന വൈകല്യങ്ങൾ, ഇത്തരം അസുഖങ്ങൾക്കൊക്കെ വളരെ വളരെ ഫലപ്രദമായ ചികിത്സയാണ് ലഭിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക്കായ കുട്ടികൾക്ക് വേണ്ട ചികിത്സയേക്കാൾ ഒരു ബോധവൽക്കരണം വേണ്ടത് അവരുടെ പേരൻസിനാണ്. കാരണം ഇത്തരത്തിൽ മക്കൾക്ക് ഒരു അസുഖമുണ്ടാകുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവസ്ഥയാണ് പല പേരൻസിനും ഉള്ളത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 2 ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ്. ഈ ഒരു ദിനത്തിൽ സമൂഹത്തോട് നൽകാനുള്ള ഒരു ബോധവൽക്കരണ സന്ദേശം എന്താണ്? ഈ കുട്ടികൾ ഇതിൽ ഏറ്റവും ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി പണ്ടൊക്കെ നമ്മൾ വികലാംഗർ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് എന്നുള്ള പേരൊക്കെ മാറിയിട്ട് നമ്മൾ ഡിഫറൻഷ്യലി ഏബിൾഡ്, ദാറ്റ് ഇസ് വെരി അപ്രോപ്രിയേറ്റ് ടേം. വെച്ചാൽ അവരിപ്പോൾ ചില കുട്ടികൾ ഇപ്പം ഒരു കുട്ടിയുടെ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി തീരെ ഓട്ടിസ്റ്റിക്കാണ്, വളരെ ചില ആസ്പെക്റ്റിലൊക്കെ വളരെ മോശമാണ്. പക്ഷേ എന്തെങ്കിലും 1-2 കപ്പാസിറ്റി നല്ല കാലിബറുള്ള കുട്ടികളായിരിക്കും ആ കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളെ ആ കഴിവ് കണ്ടെത്തിയിട്ട് അവരെ പരിപോഷിപ്പിക്കുക ഒന്നാമത്തത്. രണ്ടാമത്തത്, ഒരിക്കലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു മാധ്യമത്തിലൂടെ പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിൻ്റെ ഒരു എളിയ ഫോളോവർ എന്ന രീതിയിൽ എനിക്ക് പറയേണ്ടത്, ആരും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ആരും നിരാശരാവേണ്ട യാതൊരു കാര്യമില്ല. ഓട്ടിസത്തിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുണ്ട്, വളരെ ശാസ്ത്രീയമായ മരുന്നുണ്ട്. കാരണം എന്നാൽ ഓട്ടിസം എവിടെ നിന്നാണോ ഓട്ടിസം ഉണ്ടാവുന്നത്, ഈ കുട്ടിനെ ഈ ഒരു പ്രത്യേക ഈ ഒരു ശിശുവിനെ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ജനിതകപരമായ ആ ഒരു വളർച്ച വരുന്ന സമയത്തുള്ളൊരു തകരാറ് കൊണ്ടാണ് ഓട്ടിസമുള്ള കുട്ടിയായിട്ട് നിങ്ങളെ കുട്ടി മാറുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിലുണ്ടാവുന്ന എന്ത് ഭയം കൊണ്ടോ പേടി കൊണ്ടോ അതല്ലെങ്കിൽ എന്താണോ അതിൻ്റെ മൂല കാരണം തന്നെ കണ്ടെത്തിയിട്ട് അതിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങളെ കുട്ടിയെ വളരെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും നിരാശരാവേണ്ടതില്ല. എല്ലാവരും നിങ്ങളെ ബാക്കിയുള്ള എല്ലാ ചികിത്സാ രീതിയിലും രോഗത്തിന് മരുന്നില്ല എന്നു കഴിയൊഴിഞ്ഞ രീതിയിലുള്ളൊരു അസുഖമാണെങ്കിലും ഹോമിയോപ്പതിയിൽ അതിന് വളരെ ഫലപ്രദമായ മരുന്നുണ്ട്. പല കേസുകളിലും കുട്ടികളെ വളരെ നോർമലായിട്ടുള്ള രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ആരും നിരാശരാവരുത്. വളരെ സിൻസിയറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ തേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ 3 മാസം കൂടുമ്പോഴാണ് ഹോമിയോ ക്യാമ്പ് നടത്തുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയാനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമായി ആത്മാർത്ഥതയോടെ സേവന സന്നദ്ധരായി ഇവിടേക്ക് എത്തുന്നത്. ആലുവ അഭയ ഹോമിയോപ്പതി ക്ലിനിക് റിസർച്ച് സെൻ്ററിലെ ഡോക്ടർ പ്രവീൺ ടി ധർമ്മരത്നമാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. ഡോക്ടർ, ഇവിടെ വന്ന് ഈ ഒരു ക്യാമ്പിൽ കുട്ടികൾക്ക് ഉള്ളൊരു ചികിത്സ നടത്തി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പം 2016 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കുട്ടികളുടെ ചികിത്സാ രീതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾക്ക് തന്നെ ആദ്യം തന്നെ വളരെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും കാണുമ്പോൾ കുട്ടികളുടെ ചേഞ്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടാണ് കാണുന്നത്. കാരണം എഴുതി തള്ളുന്ന കുട്ടികളെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല ആ കുഞ്ഞുങ്ങളിലൂടെ ആ ഫാമിലിയിൽ തന്നെ ഒരു മാറ്റമാണ് കാണുന്നത്. എറണാകുളം ആസ്ഥാനമായാണ് പ്രിഡക്റ്റീവ് ഹോമിയോപ്പതിയുടെ പ്രവർത്തനം. പല ജില്ലകളിലായി ഓട്ടിസ്റ്റിക്കായ ഒരുപാട് കുട്ടികൾക്ക് ഈ ഡോക്ടർ സംഘത്തിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. എറണാകുളം പ്രിഡക്റ്റീവ് ഹോമിയോപ്പതിയിലെ RMO ഡോക്ടർ ബിനിയയാണ്.
ഇപ്പോൾ 2016 ഇത്തരത്തിൽ ഇവിടെ ഒരു ക്യാമ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു സ്ഥാപനത്തോട് കൂടെയുണ്ട്? ഇപ്പം ഞാൻ തുടങ്ങിയ സമയം മുതലേ കേസ് എടുക്കാനും കുട്ടികളെ കാണുന്നതിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓരോ 3 മാസത്തിലും ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ സ്റ്റേജസും ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഇവാലുവേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായുള്ള വ്യത്യാസവും നമ്മൾ നല്ല വ്യത്യാസം തന്നെയാണ്. നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ട് നല്ല ചേഞ്ചസ്, കിടന്ന് ഇഴഞ്ഞു വരുന്ന കുട്ടികൾ വരെ ഇപ്പോൾ നടന്ന് വന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളമാണ് ഇവിടുത്തെ പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതിയുടെ സെൻറ്റർ അല്ലേ? അതെ അതെ. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ വയറ്റില ഈ ബ്രാഞ്ചാണ്. പിന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ചും കൂടി ഇപ്പോൾ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സെൻറ്ററിൻ്റെ കീഴിൽ എത്ര ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നുണ്ട്? ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് ക്യാമ്പ് എന്നുള്ളത് ശരിക്കും ബോംബെ എന്നുള്ള അവിടെ നിന്ന് ചെയ്യുന്നവരാണ്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ തുടങ്ങിയത് തൃശ്ശൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ മൊനമ്പം ആ ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും. നമുക്ക് അത്രയും ഡോക്ടേഴ്സ് വേണം ഇത് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും. ഒരു 10 ഡോക്ടേഴ്സെങ്കിലും നമ്മൾ അതിന് വേണ്ടി കേസ് എടുക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അതിൻ്റെ ഫോളോ അപ്സ് ചെയ്യുന്നതും. അപ്പോൾ അത്രയും ഡോക്ടേഴ്സിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രാഞ്ചിൽ ഒരു 12 കൺസൾട്ടൻസും അതിനനുസരിച്ചുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പം അവിടെയുള്ളവർ ഓൾറെഡി അവിടെ കൺസൾട്ടൻസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഗ്രൂപ്പ്സ് തിരിച്ച് വേണം ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം ക്ലിനിക്കിൽ വരുന്ന ഓട്ടിസ്റ്റിക് കുട്ടികളുടെ അവസ്ഥ കണ്ടറിഞ്ഞാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ഭാഗമായതെന്നും ഡോക്ടർമാർ പറയുന്നു. ഒരുപാട് ഡോക്ടർമാർ ഈ ക്യാമ്പിൽ പങ്കാളികളാണ്. ഇത് ഡോക്ടർ അമ്പിളി ഇടുക്കിയിൽ നിന്നാണ് ഡോക്ടർ ഈ ഒരു ക്യാമ്പിന് സർവീസിങ്ങിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്താണ് ഡോക്ടർക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച്, ചികിത്സാ രീതികളെക്കുറിച്ച് എന്തെല്ലാമാണ് പറയാനുള്ളതെന്നറിയാം. ഡോക്ടർ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാമ്പിലേക്ക് വന്ന് പെടുന്നത്? എന്താണ് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച്, ചികിത്സാ രീതികളെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഇടുക്കിയിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുത്ത്, ആഴ്ചയിലല്ല 3 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ ആദ്യം ഈ ക്യാമ്പ് നടത്തിയിരുന്നത്. അപ്പോൾ ലീവ് എടുത്താണ് ഇടുക്കിയിൽ നിന്ന് ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരുന്നത്. കൂടാതെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിഹേവിയർ മെഡിസിൻ റീഹാബിലിറ്റേഷനിൽ MPhil കംപ്ലീറ്റ് ചെയ്തു ഞാനിപ്പോൾ. അപ്പോൾ എൻ്റെ ആ MPhil ഡിസർട്ടേഷൻ ടോപ്പിക്ക് ഇവിടുത്തെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന ടോപ്പിക്കിൽ ഹോമിയോപ്പതി മരുന്നിന് എത്രമാത്രം എഫിക്കസി ഉണ്ട് എന്നുള്ളതായിരുന്നു. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയിൽ ഈ കുട്ടികൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ബാധിച്ച കുട്ടികളിലെ സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഇമോഷണൽ റെസ്പോൺസ്, റിപ്പിറ്റേറ്റീവ് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ്, ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ, പ്രത്യേകിച്ച് ഈ ഓട്ടിസ്റ്റിക്കായ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭയങ്കര പ്രാവീണ്യം തെളിയിക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല സംഗീതം അല്ലെങ്കിൽ ചിത്രരചന അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഈ കുട്ടികളിൽ കാണാറുണ്ട്. എന്താണ് ഡോക്ടർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്ന് പറയാം. അവർ ഏതെങ്കിലും ഒരു കഴിവ് വളരെ പ്രാവീണ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ദൈവം കൊടുത്തൊരു കഴിവ് തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓട്ടിസം എങ്ങനെ ഉണ്ടാവുന്നു എന്നത് ഒരിക്കലും ഒരു ലാബ് ടെസ്റ്റിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കാനാവില്ല. കുടുംബ പശ്ചാത്തലമാണ് പലപ്പോഴും ഈ അവസ്ഥ കണ്ടുപിടിക്കാൻ പഠനവിധേയമാക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഓട്ടിസത്തിലേക്ക് നയിക്കുന്നു എന്നും ഡോക്ടർമാർ വിലയിരുത്തുന്നു. ഡോക്ടർ പങ്കജവല്ലി എറണാകുളത്ത് നിന്നാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ, ഈ ഒരു പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ഭാഗമായിട്ട് എത്ര നാളായി? ഇപ്പോൾ പൂർണ്ണമായിട്ടുമായിട്ട് 16 മുതൽ ഇപ്പം 3 വർഷം. ഡോക്ടർ, ഓട്ടിസത്തിന് ഇന്നും നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ളൊരു കാരണം വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥകൾ ഈ ഒരു ഓട്ടിസത്തിലേക്ക് നയിക്കാറുണ്ടെന്ന് ഇപ്പോൾ പല ഡോക്ടർമാരും നമ്മൾ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സമയം ഇപ്പോൾ ഇനിയൊരു പൊതുസമൂഹത്തിന് ഈ ഒരു ബോധവൽക്കരണ ദിനത്തിൽ, ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിൽ പൊതുസമൂഹത്തിന് കൂടി കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? അതായത് അമ്മമാരുടെ ഗർഭാവസ്ഥ തന്നെയാണോ കൂടുതൽ കെയറിങ് ചെയ്യേണ്ടത് ഈ ഓട്ടിസത്തിൽ നിന്ന് മുക്തമാവാൻ വേണ്ടിയിട്ട്? ഗർഭാവസ്ഥ തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെ. പക്ഷേ അതിക്ക് മുമ്പേ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ പേരൻസും
നമ്മളോട് നല്ല പോലെ തന്നെ പെരുമാറി വരണം. അത് അമ്മായിയമ്മമാർ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അവൻ വരുന്നത് എൻ്റെ മോളാണെന്നുള്ള ചിന്താഗതിയിൽ അവർ വളർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ല അവർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഓട്ടിസം തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ കളയാം. അങ്ങനെ ഉണ്ടാവില്ല. അത് അമ്മായിമ്മമാർ മനസ്സിലാക്കി എടുത്തിട്ട് വേണം മരുമക്കളോട് പെരുമാറാൻ അവർ. പിന്നെ മരുമക്കൾ ബോധവൽക്കരണത്തിന് ഇങ്ങനെ നിങ്ങൾ ടി വിയിലൂടെയും പിന്നെ പല മാസികകളിലൂടെയൊക്കെ എല്ലാവരും വായിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് ആ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആ സ്ത്രീക്കും ഒരു ചിന്ത വേണം, ഞാൻ ഗർഭിണി ആവണം, എനിക്കൊരു കുട്ടി വേണം. അപ്പോൾ ഗർഭിണി ആവുമ്പോൾ മുതലേ ആ കുട്ടി ഇനി മറ്റൊടത്തുനിന്ന് ഇപ്പം അമ്മായിമ്മയിൽ നിന്നോ അല്ലെങ്കിൽ നാത്തുമാരിൽ നിന്നോ നെഗറ്റീവ്സ് കിട്ടിയാലും അവരത് തള്ളിക്കളയാനുള്ള ഒരു അവസ്ഥ അവർ ഉണ്ടാക്കിയെടുക്കണം. ഈ അമ്മമാർ ഉണ്ടാക്കിയെടുക്കണം. എനിക്കൊരു കുഞ്ഞ് രൂപം പൂണ്ട് വരുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആവണം എന്നുള്ള ചിന്താഗതിയിൽ അവർ വളരെ ഹാപ്പി ആയിട്ടും അതിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, ഒരിക്കലും നെഗറ്റീവായി അവർ ചിന്തിക്കാതിരിക്കുക. അതാണ് അവർ ചെയ്യേണ്ട ഒരു മുഖ്യ കാര്യം. അതൊന്നും നമ്മുടെ സമൂഹത്തിൽ അത്രത്തോളം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഡോക്ടർ, കുടുംബ പശ്ചാത്തലം തന്നെ പോസിറ്റീവ് എനർജി ഉള്ളതായാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഓട്ടിസത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ കുടുംബ പശ്ചാത്തലം പോസിറ്റീവാക്കി എടുക്കുക. അത് ആ ഗർഭിണി ആകുന്ന സ്ത്രീയും ആ വീട്ടിലുള്ള അമ്മ, അച്ഛൻ, പിന്നെ മറ്റ് കൂടെയുള്ളവർ ചേച്ചിമാരോ പെങ്ങളോ അങ്ങനെ എന്താണ് നാത്തുമാരെന്നുള്ള ആ ഒരു ഇതിലൊക്കെ മാറ്റം വരണം. മാറ്റം വന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണെന്നുണ്ടെങ്കിൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കളയാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര പിള്ളേരാണ് നല്ല മാറ്റത്തിൽ വരുന്നത്. ഈ മരുന്ന് കൊണ്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. എന്നാലും അതില്ലാതെ പ്രകൃതിയാ നമ്മുടെ കുട്ടികൾ ഓട്ടിസം ഇല്ലാതെ ജനിക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ വീട് പോസിറ്റീവായിട്ടിരിക്കണം. പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി കൊണ്ട് അത്ഭുതാവഹമായ മാറ്റമാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി സേവനം സൗജന്യമായി നൽകാൻ ഇവർ എപ്പോഴും സന്നദ്ധരാണ്. ഇത് ഡോക്ടർ ജാബിർ മഞ്ചേരിയിൽ നിന്നാണ് ഡോക്ടർ ഈ ഒരു ക്യാമ്പിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ചികിത്സയെക്കുറിച്ച് അത്ര അറിവുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ വ്യാപകമാവാത്തത്. അതുകൊണ്ട് അത്തരത്തിൽ ഇതുപോലുള്ള ഓട്ടിസ്റ്റിക്കായ കുട്ടികളെ പരിചരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒരു ക്യാമ്പ് ആവശ്യമുള്ളവർക്ക് എന്താണ് നിങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാൻ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക? കോൺടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാപ്പി കേരള, അതുപോലെ പ്രിഡിക്റ്റീവ് സെൻറ്റർ എറണാകുളത്ത് ഉള്ള പ്രിഡിക്റ്റീവ് സെൻറ്ററും, അതുപോലെ പല ജില്ലകളിലും ഈ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാ ജില്ലകളിലും പല ജില്ലകളിൽ തന്നെ പല ഭാഗത്തുണ്ട്. അപ്പോൾ അവരായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രിഡിക്റ്റീവ് സെൻറ്റർ കൊച്ചിയിലുണ്ട്, ബോംബെയിലുണ്ട്. അപ്പം അവരൊക്കെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ ഏത് ഏരിയയിലേക്കാണോ വേണ്ടത് അവിടുത്തെ ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ സാഹചര്യമുള്ള സമയത്ത് നോക്കിയിട്ട് എല്ലാവർക്കും വെക്കുന്ന സമയത്ത് ക്യാമ്പുകൾ നടത്താൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിലേക്ക് അവരുടെ സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചിയിലും മറ്റുള്ള സെൻറ്ററുകളിലൊക്കെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. എത്ര വർഷമായി ഈ ഒരു ക്യാമ്പിൻ്റെ ഒപ്പമുണ്ട്? എന്താണ് ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് പറയാനുള്ളത്? 2.5 വർഷമായിട്ട് ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് തുടക്കം മുതലേ നമ്മൾ ഭാഗമായിട്ടുണ്ട്. നമുക്ക് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, ഈ ഒരു മാറ്റം ഇവിടെ കാണുന്ന മാറ്റം നമുക്ക് നമ്മളെ പേഴ്സണൽ ക്ലിനിക്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് മറ്റുള്ള കേസുകളിലേക്കും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ ആശയത്തെ എത്തിക്കാനും മറ്റ് ഡോക്ടേഴ്സ് കൂടുതൽ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയിലേക്കും ഈ ആശയങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ധാരാളം സാധിക്കുന്നുണ്ട്. ചികിത്സയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ പരിശീലനവും വ്യത്യസ്തമാണ്. കൂടുതലായും പ്രാക്ടിക്കൽ ക്ലാസുകളാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. പാട്ടുപാടിയും കഥകൾ പറഞ്ഞും ചിത്രങ്ങളിലൂടെയുമെല്ലാമാണ് ക്ലാസ്. മാത്രമല്ല ഫിസിയോതെറാപ്പിയും നൽകി വരുന്നുണ്ട്. പൂർണ്ണമായും സംസാരിക്കാത്ത കുട്ടികൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. നടക്കാൻ കഴിയാതെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഈ കൊച്ചുമിടുക്കി ഇപ്പോൾ അസലായി നടക്കാനും തുടങ്ങി. ഈ കാഴ്ച ഒരുപാട് ആത്മവിശ്വാസം പകരുന്നുണ്ടെന്നും സിസ്റ്റർ പറയുന്നു. മാത്രമല്ല കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. ലാപ്ടോപ്പിന് മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരുന്ന ഡാറ്റ എൻട്രിയിലാണ് പരിശീലനം. ഓട്ടിസ്റ്റിക്കായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശീലന രീതിയാണ് ഈ ഒരു സ്ഥാപനത്തിൽ അവലംബിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ കുട്ടികളെല്ലാം ലാപ്ടോപ്പുമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവർക്ക് ഡാറ്റ എൻട്രിയിൽ പരിശീലനം നൽകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏതൊക്കെ തരത്തിലാണ് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒരു പരിശീലന രീതി തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ഇത് പരിശീലിപ്പിച്ചെടുക്കുന്നത്, ഇതിന് വേണ്ട ലാപ്ടോപ്പുകൾ ഇവർക്ക് എങ്ങനെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ സിസ്റ്ററിൽ നിന്ന് തന്നെ
ചോദിച്ചറിയാം. സിസ്റ്റർ, എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു പരിശീലന രീതി, അതുപോലെ തന്നെ ഏതിൻ്റെ കീഴിലാണ് ഇവർക്ക് ഈ ഒരു പരിശീലനം നൽകുന്നത്? നമ്മൾ ബാംഗ്ലൂർ അംബ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ കീഴിലാണ് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. നമുക്ക് അമ്പയിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്ന് 2 കുട്ടികൾക്കെയും ഒരു സ്റ്റാഫിനും കൂടെ ട്രെയിനിങ്, ഒരാഴ്ചത്തെ ട്രെയിനിങ് തന്നിരുന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് അവർ, ആ സമയത്ത് നമുക്ക് അവരൊരു ലാപ്ടോപ്പ് ഒരെണ്ണം പ്രൊവൈഡ് ചെയ്ത് പിന്നെ കുട്ടികൾക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യാനായിട്ട്, ഒരു ഇമേജ് കണ്ടാൽ അത് കോപ്പി ചെയ്യുക എന്താണ് പ്രധാനമായിട്ടും ഇവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അതെങ്ങനെയാണ് ട്രെയിനിങ് അതിനുള്ള ഒരു പഠിപ്പിക്കുന്ന ഒരു രീതിയും നമുക്ക് തന്നിരുന്നു. അതിനുശേഷം നമുക്ക് 1 വർഷം കഴിഞ്ഞ് 20 ലാപ്പും കൂടെ തന്നു. ഇപ്പോൾ മൊത്തം 21 ലാപ്ടോപ്പ് അംബായുടെ സ്വന്തമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അവർ നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഒരു സിമുലേഷൻ വർക്കാണ് ചെയ്യുന്നത്. ടാറ്റ ഡോകോമോയുടെ ഫോമാണ് ഇവർ ഡാറ്റ എൻട്രിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 8ഓളം പേര് നല്ല രീതിയിൽ നമ്മുടെ പ്രത്യേക മേൽനോട്ടം ഇല്ലാതെ തന്നെ അവർ ചെയ്യാൻ പ്രാപ്തരായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അറിയുന്ന കുട്ടിയും അതിനോടൊപ്പം തന്നെ അല്പം ഒരു ലോവർ എബിലിറ്റി ആയിട്ടുള്ള കുട്ടിയും കൂടെ ഇരുന്നിട്ടാണ് ഇതിൽ പിയർ ട്യൂട്ടറിങ് ആണ് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടീച്ചർമാർ ഇവിടെ ഒരു മാനേജ് ചെയ്യാൻ ഒരാൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ തന്നെയാണ് പരസ്പരം പഠിപ്പിക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും. അപ്പോൾ ഇപ്പോൾ അവർ സിമുലേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നമുക്ക് ലൈവ് വർക്ക് തരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും നമുക്കത് ലഭിക്കും. നമ്മൾ അംബയുടെ ഒരു പാർട്ട്ണർ സെൻ്ററായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സ്വന്തം മാതാപിതാക്കളെക്കാൾ ഉത്തരവാദിത്വമാണ് തങ്ങൾക്കുള്ളതെന്നാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രതികരണം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുണ്ട്. പല സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളുണ്ട്. ഇവരെയെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് പരിചരിച്ച് തങ്ങളുടെ ജോലി ആത്മാർത്ഥമായി നിർവഹിക്കുകയാണ് ഈ അധ്യാപകർ. ജെ ക്രിസ്റ്റോസ് സദൻ സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചേഴ്സുമാരാണ് ഈ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അവരെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. മാത്രമല്ല, ഇത്തരത്തിൽ കുറച്ച് മാനസികമായി കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികളെ, ഒരുപാട് കുട്ടികളെ പരിശീലനം നൽകി അവരെ ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ ഈ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ടീച്ചർ, പേര് പറയൂ. എൻ്റെ പേര് സുജ. ഞാനിവിടെ പ്രൈമറി 2nd ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ 12 കുട്ടികളുണ്ട്. അപ്പം കാലത്ത് 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. 10 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ അസംബ്ലിയോട് കൂടിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുട്ടികളെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ കുട്ടികളിൽ 11 മുതൽ 14 വയസ്സ് ഏജ് വരെയുള്ള കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ. പക്ഷേ സെയിം ഏജ് ആണെങ്കിൽ തന്നെ ഡിഫറൻ്റായിട്ടുള്ള എബിലിറ്റീസും ഡിഫറെൻ്റ് IQ ലെവലും ഉള്ള കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ. അപ്പം മൈൽഡ്, സിവിയർ, മോഡറേറ്റ് എന്നീ തരത്തിൽ. അപ്പം നമ്മൾ പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലുള്ള പഠന പ്രവർത്തനം കൊടുത്താൽ അവർക്കത് യൂസ്ഫുൾ ആകില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് ഇവർ അസസ് ചെയ്യും. അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുട്ടിക്ക് എന്നതാണ് കൂടുതൽ അറിയാൻ കഴിയുന്നത്, എന്നതാണ് കുട്ടി അതിൽ ലോ ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ അതിൽ നിന്നാണ് സ്കില്ല് നമ്മൾ തിരഞ്ഞെടുക്കുക. ആ സ്കില്ല് ബേസ് ചെയ്തിട്ട് ഓരോ കുട്ടികൾക്കും പഠന പ്രവർത്തനം നൽകും. അതുപോലെ നേരത്തെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടികളാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ പല രീതിയിൽ കഴിവുള്ള കുട്ടികളുണ്ട്. എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? ഇവരെ പലരെയും കൂടുതലായിട്ട് നമ്മൾക്ക് കളികളിൽ കൂടിയാണ് ഇവരെ പഠിപ്പിക്കാനായിട്ട് കൂടുതൽ സാധിക്കുക. നമ്മൾ കളികൾ പലതും എടുത്ത് ഒരു ആക്ടിവിറ്റി അതിൽ കൂടെ ചെയ്യിപ്പിച്ച് നമ്മൾ അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിസ്റ്റർ, പേര് പറയും. എൻ്റെ പേര് സിസ്റ്റർ ആൻഡ്രോസ്. എന്താണ് ഇവിടുത്തെ ചുമതല? എന്താണ് ഇവിടെ എല്ലാ പിള്ളേരെയും നോക്കുന്നു. 10 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ പെൺകുട്ടികളുടെ ചാർജാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളെയും സ്വന്തം എന്ന പോലെ കണ്ടു നോക്കാനും. ഒരു 10 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് മുന്നേറുകയാണ്. എന്താണ് ഈ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു ദിവസത്തിൻ്റെ അവസാനം നമ്മളൊന്ന് ചിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ദിവസത്തെക്കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയാം. നമുക്ക് ദൈവം ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. ഇവർക്ക് കഴിവുകളുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല ഇവരുടെ കഴിവ് എന്താണെന്ന്. അത് ഇവരുടെ കൂടെ നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാവുക. അത് മനസ്സിലാക്കി ഇവരുടെ ആ കഴിവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവരെ വളർത്താനായിട്ടാണ്. അങ്ങനെ വളർത്തുമ്പോൾ അവർ അതിൻ്റെ വളരുകയും അതിൻ്റെ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ വരെ കാണിക്കാനായിട്ട്
അവർ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി ഉണ്ട്. സിസ്റ്റർ, ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ അമ്മമാർക്കടക്കം ഒരു ബുദ്ധിമുട്ടാവുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. അപ്പോൾ പലപ്പോഴും അവർ ഇതുപോലെ ഉള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാനസികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ ഒരു കുടക്കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് തരത്തിലുള്ള റിസ്ക്കാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്? റിസ്ക് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ പിള്ളേരെ ആദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഇവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അവരോട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും അവർ നമ്മളോട് അവർ ഇറിറ്റേറ്റ് ചെയ്യുക, പിന്നെ വയലൻ്റ് ആവുക, നമുക്ക് പിടിച്ചാൽ കിട്ടാതെ ഭയങ്കര അവരുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര ചേഞ്ചസാണ്. പക്ഷേ നമ്മൾ എനിക്ക് വൊക്കേഷണൽ ക്ലാസ്സാണ്, എനിക്ക് ഓട്ടിസം ഒരു കുട്ടിയുള്ളൂ. ആ കുട്ടി അടങ്ങി ഒതുങ്ങിയിരിക്കാത്തതിന് നമ്മൾ ആ കുട്ടീനെ അവളിപ്പോൾ പാട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ അവളെ വീണ്ടും വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥയിലുള്ളത് കാരണം ഒരുപാട് പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് നൽകാറുള്ളത്. തിയറി നമുക്ക് അവർക്ക് അത്ര ദഹിക്കില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസ്. മാത്രമല്ല ഇത്തരത്തിൽ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ, ചില കുട്ടികൾ വയലൻ്റ് ആവാറുണ്ട്, മറ്റു തരത്തിൽ മോശമായ രീതിയിൽ അവർ പെരുമാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോശമായ എന്തെങ്കിലും ഒരു അനുഭവം ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടോ? എങ്കിലും ഒരു പ്രാവശ്യത്തെ പോലെ മോൾ താഴത്ത് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇതിനോട് തിരുമ്പോഴേക്കും പിള്ളേർ വികൃതിയുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് ഡെസ്ക് ഒന്ന് ഉന്തി അപ്പോൾ പെട്ടെന്ന് ഒന്ന് തെറ്റിയിട്ട് കൈമിക്കൊന്ന് വീണു. അപ്പോൾ കൈയൊന്ന് നേരിയ ഒരു ചതവ് പോലെ വന്നു. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഡെസ്കുകൾ പലപ്പോഴും ഞാൻ നീക്കിയിട്ട് ബെഞ്ച് മാത്രം ഇട്ടിട്ട് അതിനെ പിള്ളേരെ ഇരുത്താൻ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഇതുണ്ടായി. അപ്പോൾ ആദ്യം ഞാൻ ചേർന്ന എത്ര വർഷമായി ടീച്ചർ ഇവിടെ? വർഷമായി. ഏറ്റവും ആദ്യത്തെ കൊല്ലമായിരുന്നു ഉണ്ടായത്. പിന്നെ അതിപ്പോൾ അന്നൊരു ഇത് വന്നപ്പോൾ പിന്നെ അന്ന് ഇപ്പോൾ റിക്കവർ ചെയ്തപ്പോൾ എല്ലാം പിള്ളേരെയും ഒരുപോലെ ട്രെയിനിങ്. ഒരു പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് പേരൻസിനേക്കാൾ അടുപ്പം ഇവിടുത്തെ ടീച്ചേഴ്സിനോടാവും. കാരണം എപ്പോഴും അവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും ചിരിക്കാനും കഥകൾ പറയാനും അവർക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവം എങ്ങനെ പങ്കുവയ്ക്കുന്നു ടീച്ചർ? ഇപ്പം ഞാൻ പ്രൈമറിയാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിലൊരു ജോയൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആൾ ഫുൾ ടൈം ടോയ്ലറ്റിൽ മോഷണിന് പോണ കുട്ടിയാണ്. ക്ലാസ്സിൽ തന്നെ പോവും. അപ്പം നമുക്ക് കൂടുതലും വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണേക്കാളും ഉപരി നമ്മൾ ആ കുട്ടീനെ അടുത്തിരുന്ന് അവിടെ ഇരിക്കുക പറഞ്ഞ് പുറകെ നടക്കണം. അവൻ്റെ കൈ പുറകിലേക്ക് പോണേക്കാളും മുമ്പ് നമ്മൾ ആ കുട്ടീനെ അത്രയും കെയർ ചെയ്യണം. അങ്ങനെ പാടില്ല എന്നുള്ള ഒരിത് കൺസെപ്റ്റ് കൊടുത്ത് ഇനി അങ്ങനെ പോകുമ്പോൾ ആ കുട്ടീനെ നമ്മൾ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിമാരുണ്ട്. നമ്മൾ ആ കുട്ടീനെ അവിടേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുക പാരൻസിനേക്കാൾ കൂടുതൽ സ്കൂളിൽ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നൊരു അങ്ങനെ ഒരു മാതാപിതാക്കൾക്കും ഈ സ്ഥാപനത്തെക്കുറിച്ച് മറിച്ചൊരഭിപ്രായമില്ല. ജയ് ക്രിസ്റ്റോ സദനിലെ പരിചരണം ഇവരുടെ മക്കളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണ സന്തോഷത്തിലാണ്. ഏപ്രിൽ 2 ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓട്ടിസം ബാധിച്ച ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിടുന്ന കുടുംബമായിരിക്കും. അത്തരത്തിൽ ഉള്ള ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഓട്ടിസം ബോധവൽക്കരണം ദിനത്തിൻ്റെ ആവശ്യം അനിവാര്യമാകുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസാണ്. എന്താണ് ഇവർക്ക് ഈ ഒരു സ്ഥാപനത്തിലെ പരിശീലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് അറിയാം. ഇവിടെ ആരാണ്? മകനാണോ മകളാണോ? മോളാണ്. എത്ര വർഷമായി ഇവിടെ പരിശീലനം? 2 വർഷമായി. 2 വർഷമായി. എങ്ങനെയായിരുന്നു ആദ്യമായി ഓട്ടിസം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത് വിഷമമായിരുന്നു. ഇവിടെ കൊണ്ട് ചേർത്തിയതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇവിടെ വന്നപ്പോൾ അവൾക്ക് നല്ല മാറ്റം വന്നു. സംസാരിക്കില്ലായിരുന്നു, അധികം പറയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവൾ തിരിച്ചങ്ങനെ സംസാരിക്കും, പിന്നെ അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ കുഴപ്പമില്ല. കുറുമ്പോ വാശി അങ്ങനെയൊന്നും ഇല്ല ആൾക്ക്. ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവൾക്ക് മനസ്സിലാവും. പിന്നെ സ്വയം അവൾക്ക് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യും. അങ്ങനെയൊക്കെ. ഇപ്പോൾ എഴുതില്ലായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ എഴുതും. പേര് പറയൂ. സിസ. ആരാണ് ഇവിടെ? എത്ര വയസ്സുണ്ട്? 14 വയസ്സ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ കൊണ്ട് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി മെച്ചപ്പെട്ടവൾ നല്ല രീതിയിൽ സംസാരിക്കും. പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ നല്ലൊരു രീതിയിൽ അവൾ എല്ലാ രീതിയിലും ഡെവലപ്പായി. പിന്നെ ഒരു ഇത്തിരി അവൾക്ക് ഇടയ്ക്ക് ഫിറ്റ്സ് വരും.
ആ ഫിറ്റ്സിൻ്റേതായ ഒരു വിഷമം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്നുണ്ട്, ഇവിടുന്ന് ഹോമിയോ മരുന്നും കൊടുക്കുന്നുണ്ട്, മറ്റേ ഇംഗ്ലീഷ് മരുന്നും കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒത്തിരി മാറ്റമുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ മറ്റേ ആരൊക്കെയും വന്നു കഴിഞ്ഞാൽ അവളെ ഉപദ്രവിക്കുകയും കെട്ടിപ്പിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് വന്ന് മാറിക്കിട്ടി നമുക്ക്. അങ്ങനെ ഒരു നല്ല ആ ഒരു രീതിയിൽ നല്ല ആത്മസംതൃപ്തിയുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഫിറ്റ്സ് വരുന്നതിലുള്ളൊരു വിഷമം മാത്രം. സത്യത്തിൽ നമുക്ക് ഓട്ടിസം ഉണ്ട് മകൾക്ക് അല്ലെങ്കിൽ മകനെ എന്നറിയുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടിസത്തിന് ചികിത്സയില്ല എന്നുള്ളൊരു ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് നേരിട്ടത്? ഈ ഒരു അവസ്ഥയെ ആക്ച്വലി നമ്മൾ ദൈവത്തോടുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. എൻ്റെ ട്വിൻസാണ്, അതിലൊരാളാണ് ഇവൾ, മറ്റേ ആൾക്ക് കുഴപ്പമില്ല. അവൾ 9ൽ പഠിക്കുന്നു. പൂർണ്ണ ആരോഗ്യവതിയാണ്. പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇവളെക്കാളും ഹൈറ്റിലും ഹെൽത്തിയും വെൽത്തിയാണ് അവൾ. യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. ഇല്ല. അത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം പലപ്പോഴും ഓട്ടിസ്റ്റിക്കായ കുട്ടികൾ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടിസം ഉണ്ടാവുമെന്നുള്ള ഒരു ധാരണ പൊതുവേ നമ്മുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ട്വിൻസാണ് എന്നാണ് പറഞ്ഞത്. അതിലൊരു കുട്ടിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റ് കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. പൂർണ്ണ ആരോഗ്യവതിയും അതുപോലെ തന്നെ മെൻ്റലി പെർഫെക്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പാരൻറ്റ് പറയുന്നു, അത് കേട്ട് തന്നെ നിങ്ങൾ ആ ഒരു ധാരണ തിരുത്തേണ്ടതാണ്. പേര് പറയും. ശോഭന. ആരാണ്? മകളാണ്. എത്ര വർഷമായി ഇവിടെ? 14 വർഷമായി. 14 വർഷമായി. എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്ത് പുരോഗതിയാണ് മോൾക്ക് ഫീൽ ചെയ്യുന്നത്? എൻ്റെ മോൾക്ക് നല്ല ഉഷാറായ, എല്ലാം കൊണ്ടും നല്ല ഉഷാറാണ്. പിന്നെ അവൾ സംസാരിക്കില്ല അത്രയധികം. അമ്മ, അച്ഛൻ അങ്ങനെ എനിക്ക് ചേട്ടൻ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ഇവിടെ വന്ന പിന്നെ എൻ്റെ കുട്ടി നടന്നു തുടങ്ങിയതും എല്ലാം കൊണ്ടും നല്ല ഒരു ഹെൽപ്പാണ് സിസ്റ്റർമാരുടെ. എല്ലാം കൊണ്ടും നല്ല ഇതാണ് എൻ്റെ മോൾക്ക്. പേര് പറയും. ശീല. ആരാണ്? മകനാണ്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 7 വർഷമായി. 7 വർഷമായി. എന്തായിരുന്നു ആദ്യമായി എന്ത് ലക്ഷണങ്ങളാണ് കുട്ടികളിൽ കണ്ടു തുടങ്ങിയത്? അവന് തല ഉണ്ടായപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം ലേറ്റായിട്ടാണ് എല്ലാം ചെയ്തത്. കമന്ന് വീണിട്ടില്ല. ഇരുന്നത് 2 വയസ്സ് കഴിഞ്ഞ് 3ാമത്തെ വയസ്സിലാണ് നടന്നത്. അങ്ങനെല്ലാം ലേറ്റ്. ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു? അറിയുമായിരുന്നു. എന്തായിരുന്നു അപ്പോൾ ആ ഒരു തിരിച്ചറിഞ്ഞ സമയത്തെ മാനസിക? വല്ലാത്ത പ്രയാസമായിരുന്നു. ആദ്യം ഉണ്ടായ കുഞ്ഞല്ലേ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ മെൻ്റലി ഇതായിരുന്നു ഞങ്ങൾ. ഇവിടെ കൊണ്ട് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ്? ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം തോന്നുന്നുണ്ട്. പിന്നെ അവന് ഇടയ്ക്ക് ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട്, അതാണ് പ്രയാസം. അല്ലാത്ത സമയത്തൊക്കെ നല്ല ചേഞ്ച് തോന്നുന്നുണ്ട്. പേര് പറയും. ഇൻസി. മകളാണ്. അവൾക്ക് 8 വയസ്സ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചികിത്സാ രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പരിശീലനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല അത് കുട്ടികളിൽ എത്രമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഞാൻ മോളെ 2-3 സ്കൂളിലും ഇവിടുത്തെ അല്ലാണ്ട് ഞാൻ മാറ്റിയിരുത്തി നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവർക്ക് തന്നെയായിട്ടുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ഒരു കൊല്ലം ഇവിടെ കൊണ്ടുയിരുത്തിയിട്ട് ഇപ്പോൾ ആദ്യത്തേക്കാളൊക്കെ മാറ്റമുണ്ട്. അവൾ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സംസാരം, പിന്നെ ഹോമിയോ മരുന്ന് ചികിത്സ നടത്തി തുടങ്ങിയതിൻ്റെ മാറ്റങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ഉഷാറായി പോകുന്നു. ഇപ്പോൾ മകളുടെ കാര്യത്തിൽ ഒരു ആത്മസംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ടോ? കൂടുതൽ ആദ്യത്തേക്കാളും കൂടുതൽ സന്തോഷമായിട്ട് തോന്നണം. എന്താണെന്ന് വെച്ചാൽ പിന്നെ അവൾക്ക് മൂത്ത ഒരു ചേട്ടൻ്റെ താഴെയുള്ളൊരു പെൺകുട്ടിയാണ്. അവരെയും കണ്ട് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ തമ്പുരാൻ നമുക്ക് തന്ന സമ്മാനമാണ് ഈ മകള്. അപ്പം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതാണ്. പേര് പറയും. പാർവതി. മോളാണോ മോനാണോ? മകനാണ്. എത്ര വയസ്സുണ്ട്? 13 വയസ്സ് കഴിഞ്ഞു. 13 വയസ്സ്. ഇവിടെ എപ്പോഴാണ് കൊണ്ട് ചേർക്കുന്നത്? ഇക്കെല്ലാം കൊണ്ട് ആക്കിയതാണ്. ഒരു കൊല്ലം. എന്തായിരുന്നു, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഫീൽ ചെയ്തത്? ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു. ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി. ബാത്റൂമിലേക്ക് പോകാനൊക്കെ തുടങ്ങി. സ്വന്തമായി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ എത്തിയെന്ന് തോന്നുന്നു. സംസാര രീതി ഇല്ല. ഇല്ല. പിന്നൊക്കെ പറഞ്ഞാലൊക്കെ അനുസരിക്കും, വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വളരെ കൃത്യമായ ഒരു പരിശീലനത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ ചികിത്സാ രീതികൾ മുന്നോട്ട് പോകുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് ഇവിടുത്തെ എല്ലാ പേരൻസിനും ഉള്ളത്. അവരുടെ കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പരിശീലനവും അതുപോലെ തന്നെ ഹോമിയോയിലുള്ള ചികിത്സാ രീതികളും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ, സിസ്റ്റേഴ്സിൻ്റെ, ഡോക്ടേഴ്സിൻ്റെ എല്ലാം സപ്പോർട്ടും അവരുടെ കുട്ടികൾക്ക് പുനർജീവൻ നൽകി എന്ന അഭിപ്രായം തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിനും ഇവിടുത്തെ നടത്തിപ്പുകാർക്കും സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും എല്ലാം കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.
റുന്നിണ്ടോ റുന്നിനെ കേട്ടാൽ തുണിയല്ല റുന്നി കിടന്ന റുണിനഞ്ഞു റുന്നി റുന്നി നീട്ടരമോ വെള്ളിയപ്പം നീയത്തലാല നീയപ്പം അയ്യോ പാട്ടേ പറ്റിച്ചേ. ഓട്ടിസം ഒരു അവസ്ഥയാണ്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തേണ്ടവരല്ല ഈ മക്കൾ. കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും സമൂഹത്തിൽ ഇടപഴകാനും സ്വന്തം കാലിൽ നിൽക്കാനും അവർക്കും അവകാശമുണ്ട്. സ്വന്തം കുഞ്ഞിന്റെ അസുഖത്തെക്കുറിച്ച് നിരാശപ്പെടുകയല്ല മാതാപിതാക്കൾ വേണ്ടത്. അവരെ സാധാരണ കുട്ടികളെപ്പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ അവരോട് ചേർന്ന് നിന്ന് പൊരുതുകയാണ്. നെഞ്ചോട് ചേർത്ത് നിർത്താം ഈ മക്കളെ. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.